നമുക്കിന്ന് വെണ്ടക്കായ ക്രിസ്പി ആയിട്ടും അല്ല അടിപൊളി ടേസ്റ്റിലും ഒന്ന് ഫ്രൈ ചെയ്തെടുത്താലോ. വളരെ സിമ്പിൾ ആണ്, ഈസിയാണ്, അല്ല ക്രിസ്പിയാണ്. അപ്പൊ സമയം കളയണ്ട, ഉടനെ വീഡിയോയ്ക്ക് പോവാം. ജോസ് മോസസ് കിച്ചൺ. ഈ വെണ്ടക്കായുടെ റെസിപ്പി 5 to 6 പേർക്ക് വരെ കഴിക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു 500 ഗ്രാം നമ്മുടെ വെണ്ടക്കായ അതിങ്ങനത്തെ ലെങ്ത് വൈസ് ആയിട്ട് സ്ട്രിപ്പായിട്ട് കട്ട് ചെയ്യാം. അതിൻ്റെ ഉള്ളിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾ, 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ആംചൂർ പൗഡർ. അതും എല്ലാം കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് നേരം വയ്ക്കാം. അത് കഴിഞ്ഞ് അതിലേക്ക് ബേസിൻ്റെ ഫ്ലവർ 4 ടേബിൾ സ്പൂൺ, അരിപ്പൊടി 2 ടേബിൾ സ്പൂൺ, അതുമിട്ട് അത് നന്നായിട്ട് അങ്ങോട്ട് കൂട്ട് ചെയ്യാം. കൂട്ടിയതിന് ശേഷം ഒരു 5 മിനിറ്റ് നേരം അത് വയ്ക്കാം. അതിനൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ല ചൂടുള്ള ഓയിലിലേക്ക് ബാച്ച് ബൈ ബാച്ചായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇടയ്ക്ക് ഒന്ന് വിടിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ക്രിസ്പായിട്ട് കിട്ടും. അതിൻ്റെ ഉള്ളിലേക്ക് മിളക്, കുറച്ച് കറിവേപ്പില, അതുമിട്ട് നല്ല ക്രിസ്പായിട്ടും ക്രഞ്ചി ആയിട്ടും വറുത്താണ്ട് കോരാം. അതിൻ്റെ ഓയിലൊക്കെ കളഞ്ഞ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതേപോലെ തന്നെ എല്ലാം വറുത്തെടുക്കണം. എല്ലാ ട്രിപ്പിലും മിളകും പിന്നെ കറിവേപ്പിലയും ഇട്ട് വറുത്തെടുക്കണം കേട്ടോ. എന്റെ ശബ്ദം തന്നെ കേട്ടില്ലേ? നീ എടുക്ക. ആസ്വദിച്ച് നിന്നേക്കാം. പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, മറക്കല്ലേ. ബൈ. അപ്പൊ ഇതോ നോക്കണേ. ഈ റെസിപ്പിയും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഇതും മറക്കല്ലേ.